മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കേട്ടു തുടങ്ങി. ഇന്നും കുറേ പേർക്കെങ്കിലും മതമെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഈർഷ്യ അനുഭവപ്പെടും. അതുകൊണ്ട് മതമില്ല എനിക്കെന്ന് പറയുമ്പം അയാൾ ഒരുപാട് പുരോഗമനവാദിയായി എന്ന് തോന്നും. സത്യത്തിൽ ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടുള്ള ഒരു കൃത്യമായ വഴി നമുക്ക് മനസ്സിലാകും. അച്ഛാ, ക്രിസ്തു ഒരു യഹൂദനായിട്ട് ജനിച്ച് യഹൂദനായിട്ട് ജീവിച്ചു. നമ്മൾ ആ ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ക്രിസ്തു അങ്ങനെ ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ടോ? ക്രിസ്തു യഥാർത്ഥത്തിലൊരു മതം സ്ഥാപിച്ചോ, അല്ലെ ക്രിസ്തു മതം ക്രിസ്തു സ്ഥാപിച്ചതാണോ എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ഉന്നം. ഒരു യഹൂദനായി ക്രിസ്തു വെറുതെ ജനിച്ച് വെറുതെ യഹൂദനായി ജീവിച്ച് അവസാനിച്ച ഒരാളല്ല. വ്യക്തിപരമായ പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് ജീവിച്ച് അവസാനിച്ചു പോയ ആളുമല്ല. തീർച്ചയായിട്ടും ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഒരു വിചാരധാര കൊണ്ടൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒറ്റ വാക്ക് ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചു എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. കാരണം ക്രിസ്തുവിന് ആൾക്കാരോട് പറയാൻ പുതിയൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. വേറെയും 72 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെ 2 പേര് വീതം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ തുടങ്ങി ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായി. അപ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ക്രിസ്തു സംസാരിച്ചത്. അല്ലാതെ വെറുതെ ആൾക്കൂട്ടത്തോട് സംസാരിച്ച് ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയില്ല. മറിച്ച് തൻ്റെ ആശയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയ അജഗണത്തെ രൂപപ്പെടുത്തി. അതിനാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ചോദിക്കാൻ കാര്യം, പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു മതത്തിനെക്കുറിച്ചൊരു മതമെന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഫീൽ ചെയ്യുന്നു. ഇപ്പം ക്രിസ്തു അങ്ങേയറ്റം ചിലർക്ക് നല്ല മനുഷ്യൻ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ. അപ്പോൾ അത്രയ്ക്ക് നല്ലവനായ ഒരാൾ അത്ര നല്ലതല്ലാത്തൊരു കാര്യം ചെയ്യുമോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് മതത്തെക്കുറിച്ചുള്ളൊരു നെഗറ്റീവ് കൊണോട്ടേഷനിൽ നിന്നാണ്. യേശു ക്രിസ്തു അപ്പം മതം സ്ഥാപിച്ചോ എന്ന് ചോദിച്ച് അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണണ്ട. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചു. മതം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഞാനൊരു മതം സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താധാര ഉണ്ടെങ്കിൽ, അതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ, ആ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ജീവിതം പടുത്തുയർത്താൻ ആൾക്കാരുണ്ടെങ്കിൽ അതാണ് മതം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്തു സ്ഥാപിച്ച മതത്തിൻ്റെ ഒരു എസൻസ് എന്താണെന്നുള്ളതാണ്. അതിനാണ് ക്രിസ്തു ദൈവരാജ്യം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തു വന്നെന്നാണ്. സമയം സമാഗതമായി അനുദപിച്ച് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക, അതാണ് ക്രിസ്തുവിൻ്റെ മതം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശു ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ കീഴടക്കി ഭരിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്. ഈ ലോകമെമ്പാടും രാജ്യമുണ്ട്. ഈ രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കുമൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്രായോഗിക തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്തിടത്തോളം നീണ്ടു പോകും. ഈ ലോകത്തെന്നും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ദൈവരാജ്യം സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഭരിക്കുന്ന ഒരു രാജ്യം, ദൈവം നിങ്ങളുടെ രാജാവാകുന്ന, നിങ്ങളിലെ ദൈവം നിങ്ങളെ ഭരിക്കുന്നു. സ്വമേധയാ ദൈവഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരാൾക്കൂട്ടത്തെ ക്രിസ്തു രൂപപ്പെടുത്തി. അതാണ് ക്രിസ്തു മതം. ദൈവം എന്നെ തന്നെ ഭരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ ഭാഗികമായി ദൈവരാജ്യത്തിലാണ് പലരും. കാരണം ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ലോകത്ത് കള്ളന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പോലീസ് വേണ്ടി വരും. മോഷ്ടിക്കാൻ പോയില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമവും സംവിധാനവുമായൊരു പോലീസ് എന്ന് പറയുന്നൊരു സംവിധാനം നമുക്ക് ആവശ്യമില്ല. പോലീസും കോടതിയും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ പോലീസും കോടതിയും ആവശ്യമില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്.
ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ലാത്ത, കോടതിയുടെ പരാതി നിൽക്കേണ്ടി വന്നിട്ടില്ലാത്ത, എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോകേണ്ടി വന്ന എല്ലാവരും മോശം മനുഷ്യരാണെന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത്. പിന്നെ എന്താണ്? ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് ഉപരിയായിട്ട് ജീവിക്കുന്ന, കാരണം ഒരാളെ കൊല്ലാതിരിക്കുക, മറ്റൊരാളുടെ വസ്തു അപഹരിക്കാതിരിക്കുക, തന്മൂലം ഈ രാജ്യത്തിൻ്റെ പല സംവിധാനങ്ങളിലൂടെയും കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടാകാതിരിക്കുക, അങ്ങനൊരു ദൈവരാജ്യത്തിൽ ഭാഗികമായി നമ്മളിപ്പോൾ തന്നെ ജീവിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം, വിശുദ്ധ പാതിരേപ്പിയോടടുത്ത് പലരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പട്ടാളക്കാർ ഒരു ദിവസം അവരുടെ യൂണിഫോമിലൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഒന്ന് പറയാൻ. അപ്പോൾ വിശുദ്ധ പാതിരേപ്പിയോ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യമില്ലാത്തൊരു ലോകം ഉണ്ടാകട്ടെ എന്ന്. ആദ്യം അവരൊന്ന് ഞെട്ടി, ഞങ്ങളുടെ ആവശ്യമില്ലാത്ത. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം ഉദ്ദേശിച്ചത് യുദ്ധവും കലഹവും ഒന്നും ഇല്ലാത്തൊരു ലോകം ഉണ്ടാകട്ടെ. ഇതാണ് ദൈവരാജ്യം. ഒരു മനുഷ്യൻ അയാളിൽ തന്നെ സ്വസ്ഥമായി, ശാന്തമായി, സ്നേഹത്തിൽ, സമാധാനത്തിൽ ജീവിക്കുന്നു. അതാണ് ബൈബിൾ പറയുന്നത്, ദൈവരാജ്യം എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവും അത്രേ. അങ്ങനെ അയാൾ ജീവിക്കുന്നു. അയാൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും മറ്റുള്ളവരോട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നു. ഈ ലോകം എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും സമാധാനപൂർണമായൊരു ലോകത്തെ ഇതിനിടയിൽ തന്നെ കണ്ടെത്താൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദൈവരാജ്യം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുക്രിസ്തു വന്നു. ആ ദൈവരാജ്യം പ്രഘോഷിച്ചു. ആ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. അതാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. സകലതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ രാജ്യം, ദൈവം മനുഷ്യനെ ഭരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചു, അതിൽ തർക്കമില്ല. പക്ഷെ മതം സ്ഥാപിച്ചോ നമ്മൾ ചോദിക്കുന്നതിൻ്റെ പിന്നിലെ പ്രശ്നം, മതങ്ങൾ പ്രശ്നമാണെന്നൊരു ചിന്ത കടന്നിട്ട് അത്രയ്ക്കൊരു പ്രശ്നം ക്രിസ്തു ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളെ ആ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതിനുത്തരം, ക്രിസ്തു മതം സ്ഥാപിച്ചു, പക്ഷെ മതം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. അത് വളരെ ചുരുങ്ങിപ്പോയെന്നല്ല, അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റേതല്ല. ലോകത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന, ഓരോ മനുഷ്യനെയും സമൂഹത്തെയും ദൈവം നേരിട്ട് ഭരിക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കാനുള്ളൊരു മതം യേശുക്രിസ്തു സ്ഥാപിച്ചു. അത് തന്നെയാണ് അതിൻ്റെ കാതലായ കാര്യം. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പം ഈ മതമെന്ന് പറയുമ്പം പോപ്പ്, ഒരുപാട് ബിഷപ്പുമാർ, അച്ഛന്മാർ, പല പല ആൾക്കൂട്ടങ്ങളും, അതതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്. 12 പേരെ ഉള്ളപ്പോൾ ഒരു ചെറിയ കൂര മതി. അതിലേക്ക് ആൾക്കാർ കൂടുമ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിക്കും, സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കും, വീടുകളുടെ എണ്ണം വർദ്ധിക്കും. അതിനൊരു സ്വാഭാവിക പരിണാമമാണ്. ഇങ്ങനെ എല്ലാം വർദ്ധിക്കുമ്പോഴും ആ മതത്തിൻ്റെ അന്തസത്ത സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. അതാണ് ദൈവരാജ്യം എന്ന ഒരു മതം ക്രിസ്തു വിഭാവനം ചെയ്തത്. അച്ഛോ, മതങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങളും ഉള്ള ഈ കാലഘട്ടത്തിൽ മതം എന്ന ചിന്ത ഇല്ലാത്തതല്ലേ നല്ലത്? തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. മതങ്ങളൊക്കെ പ്രശ്നമാണ്, മതങ്ങൾ മൂലം ഒരുപാട് കലഹങ്ങളുണ്ടാകുന്നു, അപ്പം മതമില്ലാത്തതല്ലേ നല്ലത്? അതേന്ന് പറഞ്ഞ് ജനകീയരാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ മതം എന്നുള്ളൊരു കോൺസെപ്റ്റിനുണ്ടായ ഒരു മുറിവ് മൂലമാണ്, ഒരു നെഗറ്റീവ് മാർക്ക് മൂലമാണ്. സത്യത്തിൽ നമ്മൾ മതത്തെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം മതം എങ്ങനെ ഉണ്ടായി? മതമില്ലാത്തതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തിന് തന്നെ വലിയൊരു പ്രായോഗികതയില്ല. കാരണം ഈ മതം ആരും ഉണ്ടാക്കുന്നതല്ല, അത് ഉണ്ടാകുന്നതാണ്. ലോകത്തെവിടെയോ ഒരു മനുഷ്യൻ ഒരു പ്രത്യേക ശൈലിയിൽ ജീവിക്കുന്നു. ആ ശൈലി നല്ലതാണെന്ന് തോന്നുമ്പം അതിനെ ആൾക്കാർ അനുഗമിക്കുന്നു, അതിൻ്റെ എണ്ണം കൂടുന്നു. അതെങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുമോ? അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെയാണ് ലോകത്തെല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നത്. അപ്പം പിന്നെ അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ളത്, മതം ഇല്ലാതാകേണ്ട കാര്യമില്ല, മറിച്ച് മതം എന്താണെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരു മതത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്.
ഒരു മതത്തെ മനസ്സിലാക്കേണ്ടത് ഈ മതത്തിൽ നമുക്ക് ക്രിസ്തു മതത്തിൻ്റെ കാര്യം എടുക്കാം. എനിക്ക് ഇപ്പോൾ പറയാൻ അറിയാവുന്നത് അതിനെക്കുറിച്ചാണ് അല്പമെങ്കിലും. ഇപ്പം നമ്മളൊരു ക്രിസ്തു മതത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു മതത്തിൽ ഉൾപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലൂടെ അല്ല ക്രിസ്തു മതം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതെന്താണ് ക്രിസ്തു മതമെന്ന് അറിയാതെ തന്നെ ഈ മതത്തിൽ ജനിച്ചു വളർന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. മറിച്ച് അവർ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ കണ്ട പള്ളികളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അവരവരുടെ ജീവിതത്തിന് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് അവർ നോക്കുന്നു. ക്രിസ്തു ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന വിഷയമായി മാറുന്നില്ല. സുവിശേഷം അവർക്കൊരു നിർണായകമായ കാര്യമായി മാറുന്നില്ല. സുവിശേഷത്തെ അതിലംഘിച്ചും ക്രിസ്തുവിനെ ഗമനിക്കാതെയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ക്രിസ്തുമതത്തിൻ്റെ പ്രശ്നങ്ങളായി മാറുന്നു. സത്യത്തിൽ ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, മതത്തിൽപ്പെടുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു മതമാണോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതോ ഈ മതത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മതത്തിൻ്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പണ്ട് ചെന്നപ്പോൾ അവിടെ ഒരു കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നുണ്ട്, മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരെ ധ്യാനത്തിൽ പ്രവേശിപ്പിക്കരുത്. അതിൻ്റെ ഉദ്ദേശം ഒന്നൊരു പക്ഷേ അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഗൗരവമായൊരു കാര്യമുണ്ട്. എന്താണ്? ഈ മനുഷ്യൻ മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഒരാളാണെന്ന് ഒരുപക്ഷെ അയാളുടെ വീട്ടുകാർ മാത്രമായിരിക്കും അറിയുന്നത്. അദ്ദേഹം വന്ന് ധ്യാനം കൂടി അതിനുശേഷം അയാൾ ഏതെങ്കിലും നാട്ടുംപുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഈ സങ്കല്പങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിൻ്റെ പരിധി വിട്ട അവസ്ഥകൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ ധ്യാനം കൂടിയിട്ട് വന്നതാ, ധ്യാനം കൂടി ഇങ്ങനെ ആയെന്ന്. സത്യത്തിൽ ഈ ഒരു മാനസികാവസ്ഥയോടെ ധ്യാനം കൂടിയതാണ്, അല്ലാതെ ധ്യാനം കൂടി ഇങ്ങനെ ആയതല്ല. ഈ ചെറിയ ഉദാഹരണത്തിൽ നമുക്ക് മതത്തെക്കുറിച്ച് ചിന്തിക്കാം. പലതരത്തിലുള്ള മനസ്സുകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒരു പ്രത്യേക മതത്തിൽ അല്ലെങ്കിൽ എല്ലാ മതത്തിലും ജനിച്ചു വളരുന്നു. ഈ മതം അവരെ അങ്ങനെ ആക്കിയതാണോ, അതോ പല പ്രശ്നങ്ങളോടുകൂടെ ഈ മതത്തിൽ അവർ ജനിച്ചു വളർന്ന് ജീവിക്കുന്നതാണോ? അപ്പോൾ അതുകൊണ്ടൊരു മതത്തെയും മതത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെയും രണ്ടും രണ്ടായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ഒരു ക്രിസ്ത്യാനി കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും ക്രിസ്തു മതത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയാതിരിക്കാനുള്ള ഒരു വിവേചന ബോധം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവേചന ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മതങ്ങൾ പലതും പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ മതം എന്നുള്ളതാണ്. ഒരു മതത്തെ മനസ്സിലാക്കേണ്ടത് ആ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആ പാർട്ടിയിൽ ഉൾപ്പെട്ട പാർട്ടി അനുഭാവികളുടെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെയോ സ്വഭാവത്തിൽ നിന്നല്ല, മറിച്ച് ഇതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ഈ പ്രത്യയശാസ്ത്രം എന്താണ് നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്? അതാണ് അതിൻ്റെ അന്തസത്ത. പക്ഷെ അതിൽ ഉൾപ്പെടുന്ന മനുഷ്യർ ഒരുപക്ഷെ അതിനെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഇത് ഈ പാർട്ടിയുടെ പ്രശ്നമാകണമെന്നില്ല, പാർട്ടിയിലുള്ള മനുഷ്യരുടെ പ്രശ്നം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ പ്രത്യയശാസ്ത്രം ലോകത്തിന് ഉപകാരപ്രദമാണോ? ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ മതത്തെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ക്രിസ്തുമതം? ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സ്നേഹമാണ്. ഈ സ്നേഹം പറയുന്നത് എന്താണ്? അത് ഒരാളുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ നിന്നും അപരൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇറങ്ങിപ്പോകാം. അല്ലേ? ക്രിസ്തുമതം പറയുന്ന കഥകൾ എന്താണ്? സമരിയാക്കാരൻ്റെ ഉപമ. ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നു,
ആ മുറിവേറ്റ മനുഷ്യനെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ, മുറിവേറ്റ യഹൂദനെ ഒരു സമരിയാക്കാരൻ എടുത്ത് മടിയിൽ കിടത്തി ശുശ്രൂഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുത്തി ആശുപത്രിയിൽ കൊണ്ടാക്കുന്നു, ഒപ്പം നിൽക്കുന്നു, ബില്ലടയ്ക്കുന്നു. തുക തികയാതെ വന്നാൽ ഇനി വരുമ്പോൾ, നാളെ വരുമ്പം ബാക്കിയും കൂടെ അടച്ചുകൊള്ളാമെന്ന് പറയുന്നു. എന്നിട്ട് യേശുക്രിസ്തു പറയുന്നു, നിങ്ങളും ഇങ്ങനെ ചെയ്യുവിൻ. ഇതാണ് ഈ മതം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ഒരുപാട് ജാതിയും മതവും ഒക്കെ ഉണ്ട്, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് സെക്റ്റുകളുണ്ട്, വംശങ്ങളുണ്ട്. ഈ വംശവ്യത്യാസങ്ങൾക്കും ജാതിമത വ്യത്യാസങ്ങൾക്കും അനുസരിച്ചല്ല നിങ്ങൾ പെരുമാറേണ്ടത്. അതൊക്കെ കടന്നു പോകുന്ന ഒരു സ്നേഹത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഈ സ്നേഹത്തിലേക്ക് മതം നയിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കരുത്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഈശോ പറയുന്നത്, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്കുണ്ടെന്നൊന്നും മാത്രമല്ല, അതിനും ഉപരിയാണ്, നിങ്ങളോട് മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ മതി, നിങ്ങൾ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ആദ്യം അവനുമായിട്ട് രമ്യപ്പെടുക, എന്നിട്ട് പള്ളി വരിക. ഇങ്ങനെയൊക്കെ പറയുമ്പം ഈ മതം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? സാർവത്രികമായ ഒരു സ്നേഹത്തിലേക്കാണ്. അപ്പം ഇതിൽ ജനിച്ചു വളരുന്ന ഒരാൾക്കും ഇതിനപ്പുറത്തുള്ള ഒരാളെയും സമാധാനത്തിലേക്ക്, സ്നേഹത്തിലേക്കുവേ ഇതിന് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം ഇവിടെ മതമല്ല പ്രശ്നമാകുന്നത്. ക്രിസ്തു മതത്തിനൊരിക്കലും ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ പറ്റത്തില്ല. മറിച്ച് എന്താണ് ക്രിസ്തുവെന്നും ക്രിസ്തു മതം എന്താണെന്നും ക്രിസ്തു മതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കാതെ ഇതിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് മതത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാം. അതിൻ്റെ പേരിൽ മതമില്ലാതായാലോ? അതിനാണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നെന്ന് പറയുന്നത്. ഈ ഇല്ലം എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഗൃഹമാണ്. അതൊരു എലി പ്രശ്നം ഉണ്ടാക്കിയാൽ ആ എലിയെ ആണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇല്ലത്തെയല്ല. കാരണം ഇല്ലത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കുമാണ്. അപ്പം ഈ ലോകത്ത് മതങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പം മതമില്ലാത്തതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ, ഈ കാലാകാലങ്ങളായിട്ട് ഈ പ്രഘോഷിക്കപ്പെടുന്ന സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്ത് ആകുമെന്ന് ചിന്തിക്കണം. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞവരെ, ഇല്ലാത്തത് പറഞ്ഞവരെ, വേദനിപ്പിച്ചവരോടൊക്കെ മനസ്സൊന്ന് നൊന്താലും അടുത്ത സെക്കൻഡിൽ പോട്ടെ, ക്ഷമിക്കാം എന്ന് തോന്നുകയും ക്ഷമിക്കുകയും അടുത്ത ദിവസം അവരെ കാണുമ്പോൾ എല്ലാം മറന്ന് ഞാൻ പുഞ്ചിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ക്രിസ്തു മതം ഒരു ക്ഷമ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് തന്നുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, എനിക്ക് അറിയാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു. അപ്പം മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ മതം അറിയാത്തവരാണ്, ഈ മതത്തിൻ്റെ അന്തസ്സത്തെ അറിയാത്തവരാണ്, ഇതിൻ്റെ ലക്ഷ്യം അറിയാത്തവരാണ്. അവരൊക്കെ മതത്തിൽ ജനിച്ചുപോയി. അപ്പം നമ്മൾ മതമില്ലാതാകുന്നതല്ലേ നല്ലതെന്നുള്ളതല്ല, മതം യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉപകാരപ്രദമാണ് എങ്കിൽ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഒരാൾ നയിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം.